നമസ്കാരം കേരള. അദാനിയും അംബാനിയും ആരുടെ സ്വത്ത്? കോൺഗ്രസ് പറയുന്നു ഞങ്ങൾക്ക് വേണ്ടെന്ന്, BJP പറയുന്നു ഇപ്പോൾ അത് കോൺഗ്രസിന്റെ ആണെന്ന്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ സ്വത്താണ് അദാനി അംബാനി എന്ന് മോദിജി പറഞ്ഞ അതേ പ്ലേറ്റിൽ തന്നെ തിരിച്ചു കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ. വ്യവസായികളായ അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും കോൺഗ്രസിന് ലോറി നിറയെ കള്ളപ്പണം ലഭിച്ചോ എന്ന ചോദ്യമുയർത്തി പ്രധാനമന്ത്രി നടത്തിയ പരാമർശത്തെ ആയുധമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ. ഇക്കാര്യത്തിൽ സ്വന്തം ഏജൻസികളായ EDയെയും CBIയെയും ഉപയോഗിച്ച് അന്വേഷണം നടത്താൻ മോദിയെ കോൺഗ്രസ് വെല്ലുവിളിച്ചു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്രയും ദുർബലനോ നിസ്സഹായനോ ആയ അവസ്ഥ മുൻപുണ്ടായിട്ടില്ലെന്ന് കോൺഗ്രസ് വക്താവ് സുപ്രിയ പറഞ്ഞു. മോദിയും സുഹൃത്തുക്കളും നടത്തുന്ന അഴിമതിയെക്കുറിച്ചാണ് കഴിഞ്ഞ 10 വർഷമായി രാഹുൽ ഗാന്ധി പറയുന്നതെന്ന് അവർ പറഞ്ഞു. അംബാനിയും അദാനിയും ലോറികളിൽ പണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നൽകിയെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ ഇരുവർക്കുമെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. ആവശ്യമുന്നയിച്ച ബിനോയ് വിശ്വം മോദിജിക്ക് കത്തെഴുതുകയും ചെയ്തു. തെലങ്കാനയിലെ കരിംനഗറിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കവെയാണ് മോദി തനിക്കെതിരെ ഉയർന്ന അംബാനി അദാനി ബന്ധം തൊടുത്തുവിട്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു ശേഷം രാഹുൽ എന്തുകൊണ്ടാണ് അംബാനി അദാനി വിമർശനങ്ങൾ ഉന്നയിക്കാത്തതെന്ന വിമർശനവുമായി നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു. 5 വർഷമായി കോൺഗ്രസിന്റെ രാജകുമാരൻ ഒരു കാര്യം മാത്രമാണ് ആവർത്തിച്ചു കൊണ്ടുവരുന്നത്. റാഫേൽ വിഷയത്തിൽ ശിക്ഷിക്കപ്പെടാതെ കടന്നുകൂടിയതിനു പിന്നാലെ അദ്ദേഹം പുതിയൊരു മന്ത്രം ആരംഭിച്ചു. 5 വർഷങ്ങൾ 5 വ്യവസായികൾ. ക്രമേണ അദ്ദേഹം അംബാനി അദാനി എന്ന് പറയാൻ ആരംഭിച്ചു. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അംബാനിയെയും അദാനിയെയും ചീത്ത വിളിക്കുന്നത് അദ്ദേഹം നിർത്തി. ഇന്ന് തെലങ്കാനയുടെ മണ്ണിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്, അവർ അംബാനിയിൽ നിന്നും അദാനിയിൽ നിന്നും എത്ര പണം സ്വീകരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കാൻ തയ്യാറാകണം. എന്തായിരുന്നു ഡീൽ? എന്തുകൊണ്ടാണ് അംബാനിയെയും അദാനിയെയും ചീത്ത വിളിക്കുന്നത് പെട്ടെന്ന് നിർത്തിയത്? എന്തോ കുഴപ്പമുണ്ട്. നിങ്ങൾ 5 വർഷം അവരെ ചീത്ത വിളിക്കുന്നു, പിന്നെ ഉടനെ അത് നിർത്തുന്നു. മോദി തെലങ്കാനയിൽ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്. ഏതായാലും ഇനി അദാനിയുടെയും അംബാനിയുടെയും സ്നേഹത്തിന്റെ കാറ്റ് ഏത് ദിശയിലേക്കാണ് നീങ്ങിയതെന്നും എവിടെയാണ് കൂടുതൽ ശക്തിയായി വീശിയതെന്നും വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാമെന്നാണ് പ്രതീക്ഷ.